ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ്. നമ്മളെ വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, എന്നാൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഒന്ന് കണ്ടു നോക്കട്ടോ. എന്തായാലും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ചോറൊക്കെ വേവിക്കുമ്പോൾ, അല്ലെങ്കിൽ കറിയോ ചോറോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേവിക്കുമ്പോൾ അതങ്ങോട്ട് തിളച്ച് തൂവി നമ്മുടെ സ്റ്റൗവിലൊക്കെ ആകെ അങ്ങോട്ട് പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, എത്ര അധികം തീ കത്തിച്ചാൽ പോലും തിളച്ച് തൂവി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇതുപോലെ അങ്ങോട്ട് തിളച്ചൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൗവൊക്കെ ആകെ അങ്ങോട്ട് വൃത്തികേടാവും. അപ്പോൾ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഓയിൽ ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് നമ്മുടെ ഈ പാത്രത്തിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതേപോലെ അങ്ങോട്ട് മൂടി വയ്ക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ തീ കത്തിച്ചാലും, എത്രയധികം കത്തിയാലും, ഇനിയിപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിളച്ച് അങ്ങോട്ട് ആയാലും, ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇത്. എന്നിരുന്നാൽ പോലും അത് തൂവിയിട്ട് അങ്ങോട്ട് താഴെ പോവുകയോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഏതിൽ വേണമെങ്കിലും പോവാം. തൂവി പോകുന്ന പ്രശ്നമേ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചില പാത്രങ്ങളൊക്കെ നമുക്ക് അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട്, വിറകടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മടിയായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, അല്ലെങ്കിൽ കുക്കർ ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ വിറകടുപ്പിൽ വെക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ടാവും. അപ്പോൾ നമുക്ക് യാതൊരു പ്രശ്നമില്ല. നമുക്ക് ഗ്യാസ് ഇല്ലാത്ത സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്ക് വിറകടുപ്പിൽ വെക്കാം. അല്ലെങ്കിൽ ഒരുപാട് വിറകൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്, വിറകടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് പാത്രവും ആയിക്കോട്ടെ, നമുക്ക് അതിൻ്റെ ഈ അടിവശത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണ തന്നെയാണ്, നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അടുപ്പിലേക്ക് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സൈഡിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ തന്നെ തീ കത്തിയാലും, അതിപ്പോൾ എങ്ങനെ നമ്മൾ എന്ത് തന്നെ ഉണ്ടാക്കിയാലും, എത്ര അധികം സമയം ഇരുന്നാലും അതിൻ്റെ അടിയിൽ കരിയൊന്നും പിടിക്കില്ല കേട്ടോ. കരി നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് കളയാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു പാത്രം ആയിക്കോട്ടെ, നമുക്ക് ഇനിയിപ്പോൾ ഗ്യാസൊക്കെ പെട്ടെന്ന് തീർന്നു പോയി എന്നൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വിറകടുപ്പിൽ വെച്ചിട്ട് തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് പാകം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാ ഞാൻ ഒരു മെഴുക്ക് പുരട്ടി ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കരിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്കത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കളയാനായിട്ട് പറ്റും. ഉരച്ച് തേച്ച് അങ്ങോട്ട് ബുദ്ധിമുട്ടി കളയേണ്ട യാതൊരു ആവശ്യമില്ല. കണ്ടില്ലേ, നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അത് പോകുന്നുണ്ട്. നമുക്കൊരു പേപ്പർ വെച്ചിട്ട് വളരെ നിസ്സാരമായിട്ട് തന്നെ നമുക്കത് തുടച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അടിയിൽ ഒട്ടും തന്നെ കരി പിടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ വാഷ് ചെയ്യുന്ന പോലെ സോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നിസ്സാരമായിട്ട് തന്നെ നമുക്കത് കഴുകി കളയാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ചന്ദനത്തിരിയിലാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചന്ദനത്തിരിയൊക്കെ നമ്മൾ വൈകുന്നേരം സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ കൊതുക് ഒക്കെ വരുമ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കത്തിച്ച് വയ്ക്കാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം, സാധാരണയിലും കവിഞ്ഞ് ഒരുപാട് സമയം ഇത് കത്തി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതെന്താണെന്ന്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചന്ദനത്തിരിയിൽ നന്നായിട്ട് വെള്ളം ആക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ അങ്ങോട്ട് ഡിപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ നല്ലപോലെ അങ്ങോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, നന്നായിട്ട് നനഞ്ഞോട്ടെ. അപ്പോൾ ഞാനിത് നല്ലപോലെ അങ്ങോട്ട് നനച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തുമ്പിലുള്ള കുറച്ച് വെള്ളം മാത്രം ഒന്ന് അങ്ങോട്ട് തുടച്ച് കളയാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് കത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. എന്നിട്ട് അതേപോലെ അങ്ങോട്ട് കത്തിച്ചിട്ട് നമുക്ക് അതങ്ങോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ കത്തിക്കുന്നതിലും കൂടുതൽ, അത്രയും നിൽക്കുന്നതിലും കൂടുതൽ സമയം നമുക്കിത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരുപാട് യൂസ്ഫുൾ ആവുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ചന്ദനത്തിരിയിൽ തന്നെയാണ്. അപ്പോൾ ചില ചന്ദനത്തിരികളുടെ സ്മെല്ല് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവണമെന്നില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിലുള്ള ഒരു സ്മെല്ല് നമുക്കിതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്പ്രേ
അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ ആയാലും മതി. അത് ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കത്തിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറിൽ നല്ലൊരു സ്മെല്ലിൽ നമുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്മെല്ലായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമുക്ക് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ട സമയത്തൊക്കെ നമുക്ക് സവാളയൊക്കെ കുനുകുനാന്ന് അങ്ങോട്ട് അരിഞ്ഞെടുക്കേണ്ടി വരാറുണ്ടല്ലേ. നല്ല ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്യാൻ നിൽക്കാതെ ഇതേപോലെ ഇങ്ങോട്ട് സൈഡിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യുക. അതിൻ്റെ താഴ്വശം വരെ അങ്ങോട്ട് കട്ട് ചെയ്തതിന് ശേഷം കീറിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരുമിച്ച് അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. നല്ല പെർഫെക്റ്റായ രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് ഇത്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് തക്കാളി. അപ്പോൾ ചില കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തക്കാളിയൊക്കെ നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ ഒരു വിസിലൊക്കെ വരുമ്പോഴേക്കും തന്നെ അതങ്ങോട്ട് വെന്തുടഞ്ഞ് പോകാറുണ്ടല്ലേ. അപ്പോൾ സാമ്പാറിലോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും തക്കാളി കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ആയാലും പെട്ടെന്ന് അങ്ങോട്ട് വെന്തുടഞ്ഞിട്ട് തക്കാളി ഒന്നും കാണാനേ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അതിലിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ടിപ്പാണ്. അപ്പോൾ ഇതേപോലെ മുറിച്ചെടുക്കുക കേട്ടോ. സാധാരണ ചിലപ്പോൾ അങ്ങോട്ട് നീളത്തിൽ അങ്ങനെ മുറിച്ചെടുക്കാറുണ്ട്. എന്നിരുന്നാൽ അങ്ങനെയല്ലാതെ ഇതേപോലെ ഇങ്ങോട്ട് മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒരുമിച്ചിട്ട് വേവിക്കുകയാണെന്നെങ്കിലും തക്കാളി ഉടഞ്ഞു പോവില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ക്യാരറ്റ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് വേവാൻ കുറച്ച് സമയമെടുക്കും. അതിന് പകരം നെടുകയും ഇതേപോലെ ഒന്ന് കീറിയതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ അടുത്ത ടിപ്പ് കാണിക്കാൻ പോവാണ്. നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ അങ്ങോട്ട് മറന്നു പോകാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തായിരിക്കും പുളി കുതിർത്തിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ പുളി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുതിർന്ന് കിട്ടാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പുളി നമുക്ക് എടുക്കാം. എന്നിട്ട് അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പുളി അങ്ങോട്ട് കുതിർന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പുളിയൊക്കെ കുതിർത്താൻ മറന്നു പോയാൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ തക്കാളി നല്ല പോലെ വെന്തിട്ടുണ്ട്, എന്നാൽ അതങ്ങോട്ട് ഉടഞ്ഞ് പോവുകയൊന്നും ചെയ്തിട്ടില്ല. നല്ലൊരു സൂപ്പർ ടിപ്പാണ് ഇത്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് തേങ്ങ വറക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര തേങ്ങ നമുക്ക് എടുക്കാം. അത് ചിരകാതെയാണ്, നമ്മൾ ചിരവയിലൊക്കെ വെച്ചിട്ട് ചിരകാതെയാണ് വറുത്തെടുക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ഇളക്കി അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും വേണ്ട. നമുക്ക് ഇളക്കി ഇരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിലാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങ ഇതേപോലെ അങ്ങോട്ട് പൂണ്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ മുറിച്ചതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഇതേപോലെ പൂണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൂണ്ടെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അതേപോലെ അങ്ങോട്ട് മുറിച്ച് എടുക്കുക, അരിഞ്ഞെടുക്കുക കേട്ടോ. ഒരേ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 ഭാഗത്തോളമൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നല്ലപോലെ അങ്ങോട്ട് ഒതുക്കിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് വെള്ളം ചേർക്കാനേ പാടില്ല. ഇത് മാത്രമായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തേങ്ങയൊക്കെ ചിരകുന്ന ആ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ തേങ്ങയൊക്കെ ചിരകുമ്പോൾ കുറച്ച് വലിയ പീസുകളുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ചെറിയ പീസുകൾ, അങ്ങനെ പല രീതിയിലായിരിക്കും നമ്മൾ ചിരകിയെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇതങ്ങനെയല്ല, എല്ലാം ഒരേപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോഴും വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഒതുക്കിയെടുത്തിരിക്കുന്ന ആ തേങ്ങയെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ മറക്കരുത്. അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല, നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ബ്രൗൺ കളറിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ട്, ഒരേപോലെ അങ്ങോട്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു നമ്മൾ എത്രയാണോ തേങ്ങ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇതിൻ്റെ ആ ഒരു വറുത്ത് കിട്ടുന്ന രീതിയിലുള്ള മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെയും അതുപോലെ തന്നെ സ്റ്റവിൻ്റെയും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഹീറ്റ്, അതുപോലെ തന്നെ കുക്കറിലെ ഒരു ചൂട് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഓരോരുത്തരുടെയും അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെക്കുക. എന്നിട്ട് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം
ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തുറന്ന് 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കുറച്ച് സമയം വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ അങ്ങോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന തേങ്ങ എത്രയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇതിൻ്റെ ഈ വറുത്ത് കിട്ടുന്ന സമയത്തിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സമയം എടുക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഉടനെ തന്നെ അതിൻ്റെ മൂടി അങ്ങോട്ട് തുറക്കണം. അല്ലെങ്കിൽ അതിലുള്ള ഈ വെള്ളം ഇങ്ങനെ ആവി കയറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വെള്ളം നമ്മുടെ തേങ്ങയിലേക്ക് ഇറങ്ങിയിട്ട് തേങ്ങ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലൊക്കെ വറുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ വരുമ്പോൾ അതിലേക്ക് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മൂടി പെട്ടെന്ന് തന്നെ തുറന്നിട്ട് മാറ്റണം കേട്ടോ. നല്ല പെർഫെക്റ്റായ രീതിയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വേണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇളക്കിക്കൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മാത്രമല്ല തേങ്ങ ചിരകേണ്ട ആവശ്യമില്ല. നമുക്ക് പൂണ്ടിട്ട് അതേപോലെ അങ്ങോട്ട് മിക്സിയിൽ ഒന്നങ്ങോട്ട് ഒതുക്കിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു, ബൈ.